സുഗന്ധഗിരി മരമുറിയിൽ വയനാട് ഡിഎഫ്ഒയ്ക്കെതിരെ നടപടിയെടുക്കാൻ വനംവകുപ്പിന്റെ ശുപാർശ. റേഞ്ച് ഓഫീസർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കുമെതിരെയും നടപടിയെടുക്കാൻ ശുപാർശ നൽകി. കേസെടുത്തതിനു ശേഷം ഫീൽഡ് പരിശോധന നടത്തി യഥാസമയം നടപടി സ്വീകരിക്കാത്തതാണ് കാരണം. നടപടി സ്വീകരിക്കാൻ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. മരമുറിയിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തിയതിനു പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, എന്തായാലും ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് ഡിഎഫ്ഒയ്ക്കെതിരെ നടപടിയെടുക്കാനാണ് വനംവകുപ്പിന്റെ ശുപാർശ വന്നിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും രോഹിണി, DFIക്കെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതനുസരിച്ചാണ് വനം വിജിലൻസ് സംഘം ഇവിടെ അന്വേഷണം നടത്തിയത്. അതായത് വയനാട്ടിലെ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ട് പുറമേ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷിച്ചത്. ഇത്തരത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ DFIക്ക് അടക്കം ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്നുള്ളത് തെളിയുകയായിരുന്നു. പിന്നീടാണ് DFO സജിനയ്ക്കെതിരെ അടക്കം ഇപ്പോൾ നടപടിയെടുക്കാനുള്ള ഒരു ശുപാർശ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ശുപാർശ നൽകുകയാണെങ്കിൽ സസ്പെൻഷൻ അടക്കമുള്ള ഒരു ശിക്ഷാ നടപടികൾ ഉണ്ടാകുവാനാണ് സാധ്യത. സജിനയ്ക്ക് മാത്രമല്ല, അതുപോലെ തന്നെ കൽപ്പറ്റ സെക്ഷനിലെ ഓഫീസർമാർക്കടക്കം ഇത്തരത്തിലുള്ള നടപടിക്കുള്ള ശുപാർശ നൽകിയിട്ടുണ്ട്. ഫ്ലൈയിങ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർക്കടക്കം ഇത്തരത്തിലുള്ള ശുപാർശ നൽകിയിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ നടപടിയെടുക്കണമെന്ന തരത്തിലുള്ള ശുപാർശ നൽകിയിട്ടുണ്ട്. ഇതിൽ വാച്ചർമാർ ഉൾപ്പെടും. 7 വാച്ചർമാരടക്കം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ബീറ്റ് ഓഫീസർമാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. വയനാട്ടിലെ ഉദ്യോഗസ്ഥരെ തികച്ചും ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിപുലീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിജിലൻസ് നേരിട്ടെത്തി ഇവിടെ അന്വേഷിക്കുകയായിരുന്നു. നേരത്തെ തന്നെ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഇതിൽ ഇടനിന്ന ആൾക്കാരും മരം മുറിച്ചവരും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ മരങ്ങളൊന്നുമല്ല മുറിച്ചത്, പക്ഷേ പറഞ്ഞതിൽ കൂടുതൽ അളവിൽ മരങ്ങൾ മുറിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം ചാർത്തിയിട്ടുള്ളത്. രാജകീയ മരങ്ങളല്ല എങ്കിൽ കൂടിയും അത്തരത്തിൽ കൂടുതൽ മരങ്ങൾ മുറിച്ചത് വലിയ രീതിയിലുള്ള ഒരു കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. അന്ന് തന്നെ ചില വാച്ചർമാരടക്കം ഇത്തരത്തിൽ ഇവർക്ക് കൂട്ടുനിന്നുള്ള ആരോപണങ്ങൾ നാട്ടുകാരടക്കം ഉന്നയിച്ചിരുന്നു. ആ വാർത്തയടക്കം നമ്മൾ ജനൻ TV റിപ്പോർട്ട് ചെയ്തതുമാണ്. അത് പ്രകാരമാണ് പിന്നീട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം വന്നതും വാച്ചർമാർക്കെതിരെ അന്ന് തന്നെ ചില നടപടികൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും. മാത്രമല്ല ഇത്തരത്തിൽ അതിൽ ഉൾപ്പെട്ട ആളുകളെ, അതായത് ഇടനില നിന്ന ആളുകളെ അടക്കം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിലാണ്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ DFIക്കെതിരെ ഒരു നടപടിക്കുള്ള ഒരു സാധ്യത ഉണ്ടാകുമെന്ന്. അതായത് DFIക്കെതിരെയും അതുപോലെ തന്നെ റേഞ്ച് ഓഫീസർമാർക്കെതിരെയും നടപടിയെടുക്കാനുള്ള കാര്യം ഇതാണ്. ഇത്തരത്തിൽ സംഭവം നടന്നത് അറിഞ്ഞിട്ടും ഫീൽഡിൽ പോവുകയോ കൃത്യസമയത്ത് ഫീൽഡിൽ പോവുകയോ യാതൊരു വിധത്തിലുള്ള അന്വേഷണം ആ സമയത്ത് നടത്തുകയോ ചെയ്തിട്ടില്ല. അത് തികച്ചും കൃത്യവിലോപമാണ്. അത്തരത്തിൽ വലിയ ഒരു കുറ്റകൃത്യം തന്നെയാണ് അതെന്ന നിരീക്ഷണമാണ് വിജിലൻസ് നടത്തിയിട്ടുള്ളത്. അത്തരത്തിലാണ് വനംവകുപ്പും എന്ന നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെ നാട്ടുകാരടക്കം അല്ലെങ്കിൽ നമ്മളടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത്തരത്തിൽ നേരത്തെ തന്നെ ഈ ഒരു വനംവകുപ്പിന് ഈ ഒരു കാര്യം അറിയാമായിരുന്നു. ആ ഒരു സമയത്ത് മരം മുറിക്കുന്ന സമയത്ത് ജീവനക്കാർ, അതായത് വനംവകുപ്പിന്റെ തന്നെ ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്നു. അത് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലാണ് അവിടെയുള്ള ജനങ്ങളടക്കം പ്രതികരിച്ചത്. ഇനിയും കൂടുതൽ ആളുകളിലേക്ക് ഈ അന്വേഷണം എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിലുള്ള അന്വേഷണം നടന്നിരുന്നു. അത്തരത്തിലുള്ള കോലാഹലങ്ങൾ നടന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് സുഗന്ധഗിരി മരമുറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റും കാട് നിറഞ്ഞ പ്രദേശമാണ്. ഇത്തരത്തിൽ മരം മുറിക്കുക, അതായത് വനംവകുപ്പിന്റെ അടുത്തുനിന്ന് അനുമതി മേടിച്ച് മരം മുറിക്കുക എന്നുള്ളത് സ്വാഭാവിക നടപടിയാണ്. എന്നാൽ അതിന്റെ മറവിൽ സ്ഥിരമായി വനംകൊള്ള നടത്തുന്ന ആളുകൾ നിരവധി ഉണ്ടെന്നുള്ളത് വെളിപ്പെടുത്തൽ നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അർജുൻ, അതായത് ഈ ഫീൽഡ് പരിശോധന നടത്തി യഥാസമയം നടപടി സ്വീകരിക്കാത്തത് കൊണ്ടാണല്ലോ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കാൻ, DFOയ്ക്കെതിരെ നടപടിയെടുക്കാൻ വനംവകുപ്പിന്റെ ശുപാർശ വന്നിരിക്കുന്നത്. ഇവിടെ കാര്യം അറിയാമായിരുന്നിട്ട് കൂടി DFO കൃത്യവിലോപം നടത്തി എന്ന് വരുമ്പോൾ ഇവരെ സഹായിക്കാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടായിരുന്നു എന്നാണോ അനുമാനിക്കേണ്ടത്?
തീർച്ചയായും അതാണ് രോഹിണി നമ്മൾ പറഞ്ഞു വന്നത്. അതായത് ഈ മരം മുറിക്കുന്ന സമയത്ത് തന്നെ അവിടെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു, വാച്ചർമാർ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ നാട്ടുകാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് സൂചിപ്പിച്ചതാണ്. അത്തരത്തിലുള്ള വാർത്തകളടക്കം നമ്മൾ നൽകിയിരുന്നു. അതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള അന്വേഷണത്തിന് കോപ്പുകൂട്ടിയത്. അതുകൊണ്ട് തന്നെ ആവാം സർക്കാർ ഇത്തവണ ഈ വയനാട്ടിലെ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താതെ പുറമേ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചതും അതുപ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചതും. ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് DFO അടക്കം ചെയ്തിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. അതായത് ഇത്തരത്തിൽ വനം വ്യാപകമായി നശിപ്പിക്കപ്പെടുന്ന ഈ സമയത്ത്, ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത്, താപനില അടക്കം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇത്തരത്തിൽ മരമുറിക്ക് ഒത്താശ നൽകുന്ന DFO അടക്കമുള്ളവർക്ക് കൃത്യമായി തന്നെ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആരായാലും, അതായത് അത്തരത്തിൽ കൂട്ടുനിന്ന ആർക്കായാലും ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തിനാ തന്നെയും വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ, 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാനാണ് സാധ്യത. സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. വകുപ്പ് തല നടപടി തന്നെയായിരിക്കും ഇവർക്കെതിരെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതോ. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് നിരവധി പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ആകെ 18 പേരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. അത്തരത്തിൽ ശുപാർശ നൽകിയിട്ടുള്ളത്. വനംവകുപ്പിൽ നിന്ന് തന്നെ 18 പേർക്ക് ശുപാർശ നൽകിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇത്തരത്തിൽ 1-2 പേർക്കെതിരെയല്ല, 18 പേർക്കെതിരെ നടപടിക്ക് ശുപാർശ നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ 18 പേരും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താഴെ തട്ടിലുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവട്ടെ, വാച്ചർമാരാകട്ടെ, ഇത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെടാതെ തന്നെ DFO അടക്കം, അല്ലെങ്കിൽ കൽപ്പറ്റ റേഞ്ച് ഓഫീസറായിട്ടുള്ള നീതു അടക്കം, ഫ്ലൈയിങ് സ്ക്വാഡിലെ റേഞ്ച് ഓഫീസർമാരടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കണ്ണികൾ ഇതിലുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകുവാൻ സാധിക്കും. മാത്രമല്ല വരും ദിവസങ്ങളിലായിരിക്കും ഇവർക്കെതിരെയുള്ള നടപടികൾ, ക്രമങ്ങൾ എത്തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ശരി അർജുൻ. സുഗന്ധഗിരി മരം മുറിയിൽ വയനാട് DFOക്കെതിരെ നടപടിയെടുക്കാൻ വനം വകുപ്പിന്റെ ശുപാർശ. റേഞ്ച് ഓഫീസർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കാൻ ശുപാർശ നൽകി. കേസെടുത്തതിന് ശേഷവും ഫീൽഡിൽ പോയി പരിശോധന നടത്തി യഥാസമയം നടപടി സ്വീകരിക്കാത്തതാണ് കാരണം. നടപടി സ്വീകരിക്കാൻ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. മരം മുറിയിൽ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച എന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി. അർജുൻ PS ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.